Hello and welcome back. In today's session, we'll be looking at the different operators in Python. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് 6 ഓപ്പറേറ്റേഴ്സ് ആണ്: അരിത്മെറ്റിക്, അസൈൻമെന്റ്, കമ്പാരിസൺ, ലോജിക്കൽ, ഐഡന്റിറ്റി ആൻഡ് മെമ്പർഷിപ്പ്. ഇതുകൂടാതെ നമുക്കൊരു ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ഉണ്ട്. അത് നമ്മൾ തൽക്കാലം കവർ ചെയ്യുന്നില്ല. We'll look at it in further sessions. ഈ ഒരു വീഡിയോയിൽ we'll be covering the first 3 operators: arithmetic, assignment and comparison. Now, arithmetic operators are basically operators that allow you to do mathematical operations. അപ്പോൾ നിങ്ങളുടെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് നിങ്ങളുടെ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അതിൽ ഈ ടേബിളിൽ തന്നിട്ടുള്ളതാണ് നിങ്ങളുടെ പൈത്തണിന്റെ മെയിൻ ഓപ്പറേറ്റേഴ്സ്. അതിൽ the first 4 I think it should be pretty familiar for you: addition, subtraction, multiplication and float division. ഫ്ലോട്ട് ഡിവിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്ന റിസൾട്ട് ഡെസിമൽസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ വരാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ഡിവൈഡ് 1/2 നിങ്ങളുടെ റിസൾട്ട് 0.5 ആയിരിക്കും. ദ നെക്സ്റ്റ് വൺ, ഇന്റിജർ ഡിവിഷൻ ഓർ ഫ്ലോട്ട് ഡിവിഷൻ. അതായത് നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ കോഷ്യന്റ്, ഇഫ് ഇറ്റ് ഇസ് എ ഡെസിമൽ നമ്പർ, അതിനെ റൗണ്ട് ചെയ്യും ടു ദ ലോവസ്റ്റ് നമ്പർ. അതായത് സപ്പോസ് യു ഡു 1/2, അതായത് 1 ഫ്ലോട്ട് ഡിവിഷൻ 2, ദി ആൻസർ ആക്ച്വലി ഈസ് 0.5. But float division ആയതുകൊണ്ട് അല്ലെങ്കിൽ integer division ആയതുകൊണ്ട് we'll only take the integer part. So 0.5 എന്നുള്ളതിനെ അതിന്റെ താഴത്തെ നമ്പർ ആയിട്ട്, the nearest whole number and the lower scale, അതായത് 0 ആയിട്ടായിരിക്കും അത് കൺവേർട്ട് ചെയ്യുക. അതുപോലെ suppose you divide 5/2 with float division. 5/2 ന്റെ actual result is 2.5, but float division ആയതുകൊണ്ട് your result will be 2. The next one, exponentiation. അതായത് നിങ്ങളുടെ പവർ ഓപ്പറേറ്റേഴ്സിനെയാണ് എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, 4^2 is 16. അപ്പോൾ റേസ് ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിനാണ് പൈത്തണിൽ നമ്മൾ 2 ആസ്ട്രിക്സ് ഉപയോഗിക്കുന്നത്. സോ 4^2 gives you 16, അതായത് 4^2. അതുപോലെ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ടേക്ക് 3^3 it is 27. The last one is your remainder operator. അതായത് നമ്മളൊരു ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കോഷ്യന്റ് അല്ല, അതിന്റെ റിമൈൻഡർ എത്രയാണെന്നാണ് നോക്കുന്നത്. സോ റിമൈൻഡേഴ്സ് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർസെൻറ്റേജ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ റിമൈൻഡർ ഓപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് മോഡുലസ് ഓപ്പറേറ്റർ എന്നുള്ളത്. അതായത് ഇഫ് യു ഡു 20 mod 3 അല്ലെങ്കിൽ 20% 3, 20യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ആയിരിക്കും നോക്കുക. സോ when you divide 20/3, quotient will be 6. 6 3s are 18, and then 20ൽ നിന്ന് 18 കഴിഞ്ഞിട്ട് you have 2 as the remainder. അപ്പോൾ 20ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ, ആ റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ മോഡുലസ് ഓപ്പറേറ്ററിന്റെ റിസൾട്ട് ആയിട്ട് പ്രിന്റ് ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ദി അസൈൻമെന്റ് ഓപ്പറേറ്റർ. അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു വാല്യൂവിന് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നതിനാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ അസൈൻമെന്റ് ഓപ്പറേറ്റർ ഇസ് ദാറ്റ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മെമ്മറി ഉണ്ടായിരിക്കും. ആ മെമ്മറിയിൽ നമ്മളൊരു പെർട്ടിക്കുലർ സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ സ്പേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ആൻഡ് ദെൻ ആ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു സ്പേസിന് നിങ്ങൾ പറയുന്ന വേരിയബിൾ ആയിട്ട് അതിന് പേര് കൊടുക്കും. ദ സിന്റാക്സ് ഇസ് ആസ് ഫോളോസ്: വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ആ എക്സ്പ്രഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ ആയിരിക്കും നിങ്ങളുടെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുക. So in your first example, we are writing a is equal to 5. അതായത് a എന്ന് പറയുന്ന വേരിയബിളിന് 5 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ അസൈൻ ചെയ്യണം. So in the back end what happens is that നമ്മൾ ഒരു മെമ്മറി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നു with the value 5. എന്നിട്ട് ആ മെമ്മറി ബ്ലോക്കിന് നമ്മൾ a എന്ന് പേര് വിളിക്കുകയാണ് ചെയ്യുന്നത്. Okay. In the second example, we are looking at b is equal to a*2. So നമ്മൾ നേരത്തെ കണ്ടു ഡബിൾ സ്റ്റാർ stands for exponentiation. So a power 2, a ന്റെ value is 5, അങ്ങനെയാണെങ്കിൽ a power 2 is 25. So we'll create a memory block with the value 25 and then name it b. നമുക്കപ്പോൾ ഒരു എക്സ്പ്രഷന്റെ അകത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് വേരിയബിൾസ് കൊടുക്കാം അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ we just gave a is equal to 5. രണ്ടാമത്തെ എക്സ്പ്രഷനിൽ നമ്മളുടെ എക്സ്പ്രഷന്റെ അകത്തും നമ്മൾ ഒരു വേരിയബിളിന്റെ പേര് കൊടുക്കുകയാണ്, അതായത് a*2. അതായത് we can use a variable in both sides of the operator. താഴത്തെ എക്സാമ്പിൾ ഉള്ള പോലെ x is equal to x plus 1. അതായത് x എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യും by 1. എന്നിട്ട് ആ ന്യൂ വാല്യൂവിനെ തിരിച്ച് x ലേക്ക് തന്നെ അസൈൻ ചെയ്യും.
നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളൊരു എക്സ്പ്രഷന് അതായത് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മളൊരു വേരിയബിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വേരിയബിളിന്റെ വാല്യൂ ഇതിന് മുൻപേ നമ്മൾ പറഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ we're saying x is equal to x plus 1. അപ്പോൾ x plus 1ലെ xന്റെ വാല്യൂ നമ്മൾ മുൻപേ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ it will raise an error. Now in this assignment statement നമ്മൾ പറഞ്ഞ പോലെ the result of x plus 1 is assigned to x. So suppose ഈ സ്റ്റേറ്റ്മെന്റിന്റെ മുമ്പ് x ന്റെ വാല്യൂ 1 ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ the value of x will be 2. Now assignment operators നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു the variable can come on the right hand side. പക്ഷേ ഒരിക്കലും ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ ഒരു വാല്യൂ മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല. അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഷുഡ് ഓൾവേസ് ഹാവ് എ സിംഗിൾ വേരിയബിൾ ആൻഡ് ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് എക്സ്പ്രഷൻസോ വാല്യൂസോ അല്ലെങ്കിൽ മറ്റ് വേരിയബിൾസോ കൊടുക്കാം. സോ ഇൻ ദിസ് എക്സാമ്പിൾ 1 is equal to x എന്ന് പറയുന്ന എക്സ്പ്രഷൻ is wrong. അതുപോലെ തന്നെ if you want you can assign a value to multiple variables. ഈ എക്സാമ്പിൾ ഉള്ള പോലെ I is equal to j is equal to k is equal to 1. ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ the value of I, j and k will be 1. ഇതുപോലെ തന്നെ if you want നിങ്ങൾക്ക് ഒരേ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഒരേ പൈത്തൺ ഇൻസ്ട്രക്ഷനിൽ തന്നെ മൾട്ടിപ്പിൾ അസൈൻമെന്റ്സ് നടപ്പിലാക്കാം. അതായത് if you want to assign 3 values to 3 variables you can do that in a single statement. അത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ each variable you will declare with a comma and then assign it to each expression on the right. For example, number 1, comma number 2, number 3 equal to 23, comma 34, comma 1. അങ്ങനെയാണെങ്കിൽ at the end of this statement, the value of number 1 will be 23, number 2 will be 34 and number 3 will be 1. Assignment operators ന് കുറച്ച് ഷോർട്ട്കട്ട്സും കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. These are the shortcuts. അതായത് ഈ ഒരു എക്സാമ്പിൾസിൽ the first one we've already seen equal to operator. So we can do x is equal to 5. Ini, suppose we want to say x is equal to x plus 3. This can be shortened as x plus is equal to 3. So x in the value will be incremented by 3 and then assigned back to x. അതുപോലെ തന്നെ ഓരോ അരിത്മെറ്റിക് ഓപ്പറേറ്ററിനെയും നമ്മൾ ഇതുപോലെ ഷോർട്ടൻ ചെയ്തിട്ട് ഓപ്പറേറ്റർ ഈക്വൽ ടു വാല്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. Next we have the comparison operator. അതായത് രണ്ട് വാല്യൂസോ രണ്ട് എക്സ്പ്രഷൻസോ കമ്പയർ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ഒരു ബൂലിയൻ വാല്യൂ ആയിട്ട് പ്രിന്റ് ചെയ്യുന്നതാണ് ഒരു കമ്പാരിസൺ ഓപ്പറേറ്റർ. So we know the basic comparison operators less than, greater than, etc. അപ്പോൾ ഈ ഒരു ടേബിളിൽ we're defining the comparison operators in Python. The first one is the equality check. അതായത് രണ്ട് വാല്യൂസ് ഈക്വൽ ആണോ എന്ന് കമ്പയർ ചെയ്യാൻ we use the double equal to symbol. ശ്രദ്ധിക്കുക, a single equal to is for assigning a value to a variable and a double equal to symbol is to compare two values. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിളിൽ we're checking if x is equal to y. അപ്പോൾ x ന്റെ വാല്യൂ 5 ഉം y ന്റെ വാല്യൂ 10 ഉം ആണെങ്കിൽ this condition അല്ലെങ്കിൽ this operator will return false. The next one is the not equal to operator. So not equal to represent ചെയ്യുന്നത് is an exclamation and then equal to. So രണ്ട് values compare ചെയ്തിട്ട് അത് equal അല്ലെങ്കിൽ it will return true and equal ആണെങ്കിൽ it will return false. So in this example we are printing if x is not equal to y. So x 5 ഉം y 10 ഉം ആവുമ്പോൾ 5 is not equal to 10. അതുകൊണ്ട് the result of that expression will be true. And then we have the greater than, less than, greater than or equal to and less than or equal to. Thank you for listening.